തൃശൂർ കുന്നംകുളം തുരുത്തിക്കാട് തണൽ മരങ്ങൾ മുറിച്ചു കടത്തിയതായി പരാതി. വെട്ടിക്കടവ് പ്രദേശത്ത് റോഡിന് ഇരുവശങ്ങളിലുമായി നിന്നിരുന്ന മരങ്ങളാണ് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ മുറിച്ചത്. സംഭവത്തിൽ വ്യാപക പ്രതിഷേധമുയർന്നതോടെ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ്. തുരുത്തിക്കാട് വെട്ടിക്കടവ് നൂറടിത്തോടിനോട് ചേർന്ന് 100ഓളം മരങ്ങളാണ് കഴിഞ്ഞ ദിവസം മുറിച്ചു മാറ്റിയത്. വർഷങ്ങൾക്ക് മുൻപ് പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് പാടശേഖരത്തോട് ചേർന്ന റോഡിൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചത്. മരങ്ങൾ വളർന്നതോടെ വെട്ടിക്കടവ് പ്രാദേശിക ടൂറിസം സാധ്യതയുണ്ടാവുകയും ധാരാളം ആളുകൾ സമയം ചെലവിടാൻ ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് പാടശേഖര സമിതി മരങ്ങൾ മുറിച്ചു മാറ്റിയത്. കിളിപ്പാടം എന്ന ടൂറിസം പദ്ധതിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട കുന്നംകുളം MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അത് ടൂറിസം പദ്ധതി ആരംഭിക്കുന്നതിന് വേണ്ടി തുടങ്ങുകയാണ്. കിളിപ്പാടം എന്ന ആശയം തന്നെ അവിടെ ധാരാളം മരങ്ങളുള്ളത് കൊണ്ടും ധാരാളം ദേശാടന കിളികൾ വന്ന് പോകുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്കാണ് കിളിപ്പാടം എന്ന ആശയവും ടൂറിസവും ഒക്കെ അവിടെ വിഭാവനം ചെയ്തത്. ആ ടൂറിസം പദ്ധതി ഇല്ലാതെയാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ അവിടെ നടന്നിരിക്കുന്നത്. തികച്ചും അനധികൃതമായ ഒരു മരമുറിയാണ് അവിടെ നടന്നിരിക്കുന്നത്. കൃഷിക്ക് തടസ്സമായതിനാലാണ് മരങ്ങൾ മുറിക്കുന്നതെന്നായിരുന്നു പാടശേഖര സമിതിയുടെ വിശദീകരണം. എന്നാൽ ഇതിനെതിരെ നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും പ്രതിഷേധവുമായെത്തി. മരം മുറിക്കുന്നതിന് മുൻകൂട്ടി അനുമതി വാങ്ങിയിരുന്നില്ലെന്ന് നഗരസഭാ അധികൃതരും വ്യക്തമാക്കിയതോടെ പ്രതിഷേധം സംഘർഷത്തിലേക്കും വഴിമാറി. തുടർന്ന് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തിയാണ് സംഘർഷാവസ്ഥ ഒഴിവാക്കിയതും നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകിയതും. മരങ്ങളിൽ ചിലതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നും തെറ്റായ നടപടി പ്രദേശത്തെ ജൈവ വൈവിധ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്നും പരിസ്ഥിതി പ്രവർത്തകർ ആരോപിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിഷേധക്കാർ വ്യക്തമാക്കി. മീഡിയ 1 തൃശൂർ. നടരാജ് പരശുരാമാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. നടരാജ്, ഇത്തരത്തിൽ മരങ്ങൾ മുറിച്ചു കടത്തുമ്പോൾ, അതും പൊതുവിടത്തിലുള്ള മരങ്ങൾ മുറിച്ചു കടത്തുമ്പോൾ അതിന് ഒരു അനുമതി വേണ്ടതല്ലേ? അത്തരത്തിലുള്ള അനുമതിയൊന്നും വാങ്ങിക്കാതെയാണോ പാടശേഖര സമിതി ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നത്? നടരാജ്, അങ്ങനെ തന്നെയാണ്. ഇത് ഇത്തരത്തിൽ ഈ കനാലിന്റെ സൈഡിലുള്ള മരങ്ങൾ വെട്ടുമാറ്റുമ്പോൾ ജലസേചന വകുപ്പിന്റെയോ അല്ലെങ്കിൽ കുന്നംകുളം നഗരസഭയുടെയോ ഒക്കെ തന്നെ ഒരു അനുവാദവും ഇവർ വാങ്ങിയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും ഇത്തരത്തിൽ ആ പ്രദേശത്താകെ ഒരു തുരുത്തായി മാറിയിരുന്ന നല്ല രീതിയിലുണ്ടായിരുന്ന മരങ്ങളെയാണ് ഇത്തരത്തിൽ മുറിച്ചു മാറ്റുകയും മറ്റും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ തോടിനോട് ചേർന്നുള്ള ഈ സംഭവം വെട്ടിക്കടവിലെ ഈ മരങ്ങൾ മുറിച്ചു മാറ്റിയതിൽ വലിയൊരു പ്രതിഷേധം വന്നത്. കാരണം ആ പ്രദേശവാസികൾ ഏറെ സ്നേഹത്തോടെ കൊണ്ടു നടന്നിരുന്നൊരു പ്രദേശം, പലരും നടക്കാനിറങ്ങിയിരുന്നൊരു സ്ഥലം, ആ സ്ഥലത്തെ മരങ്ങളാണ് ഇത്തരത്തിൽ മുറിച്ചു മാറ്റിയത്. ഇക്കാര്യം കുന്നംകുളം പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇത് പ്രാദേശിക ടൂറിസം സാധ്യതയുള്ളൊരു സ്ഥലം കൂടിയായിരുന്നു, അതുകൂടിയാണ് ഇല്ലാതായത്. ധാരാളം ആളുകൾ ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. ഈ കൃഷിക്ക് തടസ്സമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് പാടശേഖര സമിതി ഇത് മുറിച്ചു മാറ്റിയത്. പക്ഷെ അത്തരത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ആരെയും അറിയിക്കാതെ മുറിച്ചു മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അതാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചത്. എന്തായാലും ഇക്കാര്യത്തിൽ നഗരസഭാ അധികൃതരും തങ്ങളുടെ നിലപാട് പോലീസോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം തുടരുകയാണ്. തുടർ നടപടികൾ എന്താകുമെന്നുള്ള കാര്യത്തിൽ നടരാജ് തുടരുക. ഇപ്പോൾ ജയപ്രകാശ്, നഗരസഭ വൈസ് ചെയർമാനാണ്, അദ്ദേഹം ചേരുന്നുണ്ട്. ശ്രീ ജയപ്രകാശ്, നഗരസഭയുടെ പോലും അനുമതി ഇല്ലാതെയാണോ പാടശേഖര സമിതി ഇത്തരത്തിൽ മരങ്ങൾ മുറിച്ചു കടത്തിയിരിക്കുന്നത്? ഇതിൽ നഗരസഭ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അത് വെട്ടിക്കടവത്തിന് പടിഞ്ഞാറോട്ടുള്ള നൂറെടുത്തോടിന്റെ ഇരുവശങ്ങളിലെ മരങ്ങളാണ് മുറിച്ചു മാറ്റിയിട്ടുള്ളത്. അതിന്റെ വലതു ഭാഗത്ത് പോർക്കുളം പഞ്ചായത്തിന്റെ ഭാഗമാണ്, ഇടതു ഭാഗത്ത് മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണ്. അപ്പോ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് മുറിക്കുമ്പോൾ അനുമതി വാങ്ങിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇന്നലെ നഗരസഭ അധികൃതരാണ് അത് നിർത്തിവെക്കാൻ വേണ്ടി ഉത്തരവ് കൊടുത്തത്. അതിനുശേഷം നമ്മൾ നിയമപരമായി പോലീസിനെ അറിയിച്ചിട്ടുണ്ട്, രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. KLDCയുടെ ആണ് വരമ്പ്. അതുകൊണ്ട് KLDCനെയും ഇന്നലെ തന്നെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇമെയിലിലൂടെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഹലോ, മറ്റു തരത്തിൽ ഏതെങ്കിലും ഒരു നടപടിയിലേക്ക് കടക്കുമോ ജയപ്രകാശ്? നടപടി എടുക്കണം, അത് ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് നടപടി എടുക്കണമെന്നാണ് നഗരസഭയുടെ പ്രദേശത്ത് പെട്ടാലും ആ വരമ്പ് KLDCയുടെ ആണ്. അപ്പൊ അതുകൊണ്ട് നടപടി എടുക്കേണ്ടവരാണ്, നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പോലീസിനോട് നിർദ്ദേശം കൊടുത്തിരുന്നോ? വാക്കാലല്ലാതെ രേഖാമൂലമുള്ള ഒരു നിർദ്ദേശം അവർക്ക് നൽകിയിട്ടുണ്ടോ? കൈമാറിയിട്ടുണ്ട്, KLDCക്കും കൈമാറിയിട്ടുണ്ട്. ഈ മരം മുറിച്ചവർക്കെതിരെ എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക? നടപടി എടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. നഗരസഭ വൈസ് ചെയർമാൻ ജയപ്രകാശാണ് പ്രതികരിച്ചത്. നന്ദി താങ്കളുടെ പ്രതികരണത്തിന്.